വോട്ടർ കാർഡിലുള്ള ഒരു സ്ത്രീ ഇത് ഞാനാണ്, അതിൽ ഫോട്ടോയിൽ പിശക് പറ്റിയതാണ്, ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ദേശീയ മാധ്യമങ്ങളിൽ ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെടുന്നത് കാണും. അങ്ങനെ ദേശീയ മാധ്യമങ്ങളിൽ ഇനി പല സ്ത്രീകളും പല ആളുകളും പ്രത്യക്ഷപ്പെടും. പക്ഷേ നിങ്ങൾ അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞാൽ ആ സ്ത്രീയെയോ ആ അഡ്രസ്സിലോ ഒരു വ്യക്തിയെയും കാണാൻ കഴിയില്ല എന്നുള്ളത് ആണ് യാഥാർത്ഥ്യം. അതോടൊപ്പം കേന്ദ്ര നിയമമന്ത്രി കിരൺ റിജിജു ഇന്നലെ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് പറയുന്നത് കണ്ടു. ഇന്നലെ രാഹുൽ ഗാന്ധി ഈ പറയുന്ന നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ഒട്ടകം ഗോപാലന്റെ ഒരു ബൈറ്റ് ഈ പത്രസമ്മേളനത്തിൽ കാണിച്ചിരുന്നു. ആ ഒട്ടകം ഗോപാലന്റെ ബൈറ്റ് അത് രാഹുൽ വ്യാജമായി ഉണ്ടാക്കിയതാണ് എന്ന് കിരൺ റിജിജു പറയുന്നത് കണ്ടു. നിങ്ങൾ കേരളത്തിലുള്ള നമ്മളെല്ലാവരും ഇത് രാഹുൽ ഗാന്ധി പുറത്തുവിടുന്നതിന് മുമ്പേ നമ്മളിത് 1000 തവണ കണ്ടതാണ് അല്ലെ. അതാണ് രാഹുൽ ഗാന്ധി ഫേക്കാക്കി ഉണ്ടാക്കിയത്. കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളായ അത്രയും മാധ്യമ സ്ഥാപനങ്ങളുടെ ആർക്കൈവിൽ നിന്ന് എടുത്ത് പരിശോധിക്കുക നിങ്ങൾ. അതിൽ ഈ പറയുന്ന ഒട്ടകം ഗോപാലന്റെ ഈ ബൈറ്റ് അവരുടെ ഒക്കെ കൈകളിലുണ്ട്. എന്നിട്ട് കേന്ദ്രത്തിന്റെ നിയമമന്ത്രിയാണ് പറയുന്നത് എന്ത് അത് വ്യാജമായി ഉണ്ടാക്കിയതാണെന്ന്. ഇതാണ് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം. ഇറങ്ങി പുറപ്പെട്ടേ മതിയാകൂ എന്നുള്ള ഒരു അവസരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തി നിൽക്കുകയാണ്. ജനാധിപത്യപരമായ രീതിയിൽ തെരഞ്ഞെടുപ്പുകളിലൂടെ തിരിച്ചു വരാമെന്ന് നമ്മൾ കരുതേണ്ട ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ പോലും വിലക്ക് വാങ്ങിയിരിക്കുകയാണ് സംഘപരിവാർ കൂട്ടങ്ങൾ.